ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ദാവണി സെറ്റാണ്. അപ്പോൾ ഈ ഒരു സ്കേർട്ട് പാർട്ട് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ സൈസ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹിപ്പ് വിഡ്ത്ത് ബേസ് ചെയ്തിട്ടാണെങ്കിലും ലെങ്ത് ബേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ സൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബ്ലൗസ് പീസിനെ നമ്മുടെ സ്കേർട്ടിൽ നിന്നും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്കേർട്ട് പാർട്ടിനെ മുഴുവനായിട്ടും ഒന്ന് അഴിച്ചു മാറ്റണം. നമ്മൾ സാധാരണ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചധികം ബുദ്ധിമുട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു സ്കേർട്ട് പാർട്ട് ഒന്ന് അഴിച്ച് പണിയാന്നുള്ളത്. കാരണം ഇത് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്കേർട്ട് പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തുണി ഡാമേജ് ആവാണ്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ചുകളെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് വേണം നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിലേക്ക് ഈ ഒരു സ്കേർട്ട് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ചിലാണ് പ്ലീറ്റ്സുകൾ കൊടുക്കുന്നത്. പ്ലീറ്റ് ഇൻടേക്ക് എടുക്കുന്നത് 2.25 ഇഞ്ചാണ്. ഒരു പ്ലീറ്റ് ഇൻടേക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ബ്ലൗസ് വന്നിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ലീവ്സ് വന്നിട്ട് പഫ് സ്ലീവ്സ് ആണ് കൊടുത്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസിന്റെ നെക്കിലേക്ക് സിമ്പിൾ ആയിട്ട് ഒട്ടിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമ്മുടെ സ്കേർട്ട് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. കറക്റ്റ് മെഷർമെന്റിലേക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൗസിന് സിമ്പിൾ ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നെക്കിലേക്ക് മാത്രമാണ് സ്റ്റോൺസ് ഒട്ടിച്ചിട്ട് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കസ്റ്റമർ വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.